വിളി എങ്ങാനും കാണുമ്പോഴവിടുത്തേ, ഒരു വിളി എങ്ങാനും കാണുമ്പോഴവിടുത്തേ. ഒരു ഇന്റർവ്യൂലും പറയാത്ത ഒരു കാര്യമാണ്. കാരണം അത് അതിന് എന്താ പറയാ, അതിന്റെ ഓതന്റിസിറ്റി ഒക്കെ ഇതാണ്. ഞാൻ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസറും അടുത്ത ചീഫ് മിനിസ്റ്റർ, നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ആണെന്ന് എന്നെ പറ്റി പറയാം. ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂലും പറയാത്ത ഒരു കാര്യമാണ്. കാരണം അത് അതിന് എന്താ പറയാ, അതിന്റെ ഓതന്റിസിറ്റി ഒക്കെ ഇതാണ്. കാരണം ഈ അഷ്ടലക്ഷ്മി വൈഭവം റിലീസ് ചെയ്തിട്ട് കമലാക്കർ കാമേശ്വരം എന്നാണ് ആദ്യം വിളിച്ചിട്ട് ഒരു പടമുണ്ട്. അപ്പൊ രാമനും അടയാൻ സീതയായിട്ട് മറ്റേ അമ്പയുടെ അനിയത്തി രാധ. അപ്പൊ ഞങ്ങൾ ഇതിനകത്തൊരു പേരുണ്ട്. ഇതിനകത്ത് ഞാനും അതിന്റെ ശ്രീലങ്കനാഥനായിരിക്കുമ്പോൾ അങ്ങനെ ഒരു 3-4 പടങ്ങൾ വന്ന് അതിന്റെ ആൽബം വാങ്ങിച്ചുകൊണ്ടുപോയി. ഇതൊക്കെ കണ്ട് ഒന്നും തുടങ്ങണില്ല പടങ്ങളൊന്നും. ഒരു പാർട്ടി കണ്ട് എനിക്ക് അന്നത്തെ കാലത്ത് കണ്ട് 5000 രൂപ, അന്നത്തെ ഭയങ്കര എമൗണ്ട് എന്റെ അഡ്വാൻസ്. ഞാൻ ഈ കമലാക്കർ കാമേശ്വരനെ അങ്ങോട്ട് വിളിച്ചപ്പോൾ സേ മിസ്റ്റർ മുരളീമോഹൻ, ദർ ഇസ് എ പ്രോബ്ലം ഇൻ ബിറ്റ്വീൻ. ഐ നോട്ട് സപ്പോസ് ടു ഡിസ്കസ് ഇറ്റ്. സ്റ്റിൽ യു ആർ എ ജെന്യുയിൻ പേഴ്സണാലിറ്റി, സോ ഐ ഷുഡ് ടെൽ യു. എന്തായാലും ഗീവ് മി അനദർ 7 days ടൈം, അല്ലെങ്കിൽ 7th day ഐ വിൽ കോൾ യു. സംഭവം എന്ന് വെച്ചാൽ ഈ NT രാമാറാവ് ഈ ഭഗവാന്റെ റോൾ അഭിനയിച്ചാണ് CM ആയത്. ഞാൻ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസറും അടുത്ത ചീഫ് മിനിസ്റ്റർ, നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ആണെന്ന് എന്നെ പറ്റി പറയാം. ഇത് NT രാമാറാവ് അന്ന് CM ആണ്. പുള്ളി വിളിച്ച് പറഞ്ഞ് മറ്റേ ഫിനാൻസിയേഴ്സിന്റെ അടുത്ത് ഒരു പുരാണ പടത്തിനും ഫിനാൻസ് ചെയ്യണ്ട. പുള്ളി തന്നെ അങ്ങേരുടെ മോനെ എന്നെ വെച്ച് ഒരു സാധനം എടുക്കാൻ അന്നൊരു പുരാണം പ്ലാൻ ചെയ്ത രാമനും കൃഷ്ണനും ആ സാധനം. ആ പുള്ളി തന്നെ പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത് പുരാണ പടത്തിന്റെ ഫിനാൻസ് കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പിന്നെ ഫീൽഡിൽ നിന്ന് മാറി. പിന്നെ ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു തിരിച്ചു വന്ന് വീണ്ടും പഴശ്ശിരാജ കൂടി വീണ്ടും ഫീൽഡിലേക്ക് വന്നത്. ഇപ്പോഴത്തെ ഈ സീരിയൽസിന്റെ ആണ് ഏറ്റവും വലിയ പോപ്പുലാരിറ്റി സീരിയലിനാണ്. കാരണം അതിന് കിട്ടുന്ന ആക്സെപ്റ്റൻസ് ഭയങ്കര. എവിടെ ചെന്നാലും ഇപ്പൊ ഒരു എന്ന് സ്വന്തം മൊയ്തീന്റെ സെറ്റ് ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും അതിനകത്ത് മെയിൻ ആൾക്കാരൊക്കെ ഷൂട്ടിംഗ് കാണുമ്പോൾ ഒരു 10-28 പെണ്ണുങ്ങളെ എടുത്ത് പ്രൊഡ്യൂസർ റെക്കമെൻഡ് ചെയ്ത് സ്ട്രേറ്റ് അവേ ദേ കെയിം ടു മീ. എന്റെ അടുത്ത് നിന്ന് സെൽഫി എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം അത്രയും പ്രത്യേകിച്ച് ചന്ദനമഴ എന്ന് പറഞ്ഞ സീറ്റ്. അപ്പൊ അത് വീട്ടില് ഇരുന്ന് കാണുന്ന അങ്ങനെ ഇവിടുത്തെ എല്ലാ ഹിറ്റ് സീരിയലിലും ഞാനുണ്ട്. കാരണം ഓട്ടോഗ്രാഫ്, എന്റെ മാനസപത്രി, ഇത് ആകാശദൂത്, പിന്നെ KK രാജുവിന്റെ ഒരു പെണ്ണിന്റെ കഥ മറ്റുള്ളതാണ്. പിന്നെ പുരാണമാണെങ്കിലും ദേവമഹാത്മ്യത്തിൽ രാജാവിന്റെ റോള് ഹോൾസെയിലാണ്. കാരണം അതിലുള്ള 5 രാജാവ്, ഹിമവാൻ തുടങ്ങി, ഭാഗവതത്തിലെ 3 രാജാവ്, ശ്രീപത്മനാഭത്തിലെ ദശരഥൻ, അങ്ങനെ. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ തുടങ്ങിയ പ്രൊഫഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രസകരമായിട്ട് കുറെ അനുഭവം കണ്ടെന്നാൽ അത് ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ആ പുള്ളി ഇപ്പൊ ഇല്ല. ഞങ്ങൾ ഈ ഒരു ട്രാവൽസിന് വേണ്ടി എടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് പിന്നെ ഇവിടെ ഒന്ന് അധികം സമതലമായിട്ടുള്ള സ്ഥലത്തുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ ധ്യാനം ചെയ്യണതും അതൊക്കെ എടുക്കും. അങ്ങനെ സീൻ എടുക്കും. അപ്പൊ ഒരു സീനിൽ ഈ പ്രധാനപ്പെട്ട ചെയ്യുന്നത് പ്രതാപേന്ദ്രൻ എന്ന് പിന്നീട് മറ്റേ ആ റോള്. അപ്പൊ സനന്ദൻ എന്നാണ് ആദ്യത്തെ പേര്, പിന്നീട് പത്മപാദർ എന്നാവും. അപ്പൊ ഈ മനപ്പൂർ അത് ശങ്കരായരനെ അറിഞ്ഞുകൊണ്ടുള്ള ഇതാണ്. അപ്പൊ ഈ പുഴയുടെ അപ്പുറത്ത് നിന്ന് പൂ പറിക്കണം ബാക്കിയുള്ള ശിഷ്യൻ. അപ്പൊ ഈ ശങ്കരായർക്ക് ഈ ശിഷ്യനോട് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ഇവർ തമ്മിൽ പറയുന്നത് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയിട്ട് സനന്ദ വേഗം വരൂ എന്ന് പറയുമ്പോ അതെങ്ങനെ നടക്കും ഗുരു? സനന്ദൻ അവിടെ നിന്ന് പുഴ കടന്ന് ചുറ്റുകൊണ്ട് ഇപ്പുറം വരാന്ന് പറയുമ്പോ എന്ന് പറയല്ല, സനന്ദൻ പുഴയൊന്നും നോക്കില്ല, ഗുരു വിളിച്ച ഒറ്റ വരവാണ്. അപ്പോഴാണ് താഴെ താമരപ്പൂ, അതാണ് പത്മപാദൻ നടന്നു വരും. അപ്പൊ ഒരു ഇമോഷണൽ സീനാണ്. അപ്പൊ ഈ സീൻ കഴിഞ്ഞിട്ട് ഇവരൊക്കെ റിയാക്ഷൻ ഉണ്ട് ഈ ശിഷ്യന്മാർ. അതായത് ഈ ഗുരുവിനെയും ഇയാളെ നോക്കിയിട്ടവര് അന്തം വിട്ട് തൊഴുന്ന സാധനം. അപ്പൊ ഇത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ള. അത് ഈ ഞങ്ങൾ ട്രാവൽസിന്റെ ഓണർ പുള്ളി ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടാണ് താമസിച്ചത്, ദാസേരനൊക്കെ താമസിക്കുന്ന വീടാണ്. ആ പുള്ളി മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി ആളായത്. അപ്പൊ ഷൂട്ടിംഗ് താഴെ P ഭാസ്കർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ജെന്റലിന് സിമ്പിൾ ആണെങ്കിലും പുള്ളി അങ്ങനെ ചിരിക്കൊന്നുമില്ല. അപ്പൊ സെറ്റിൽ അങ്ങനെ പെണ്ണുങ്ങളുടെ തോന്നുന്നു പുള്ളി അസോസിയേറ്റ് പറഞ്ഞിട്ട് മനസ്സിലായെങ്കിൽ മാത്രം ചെല്ലും. അവിടെ പുള്ളിയെടുത്ത് അങ്ങനെ പറയാനും അസോസിയേറ്റൊക്കെ എല്ലാം എന്നെ കൊണ്ടാണ്. ഞാൻ പുള്ളിയായിട്ട് ഭയങ്കര അങ്കിൾ എന്ന് വിളിക്കുന്ന ആളല്ലേ, പുള്ളിക്ക് എന്നെ ഭയങ്കര മത്സരം. അപ്പൊ ഈ പണിക്കരായിട്ട് ആളുടെ പേര് നല്ല കുഴപ്പമില്ല, പുള്ളി പറഞ്ഞാൽ അത് അഭിനയിക്കും. അപ്പൊ അസോസിയേറ്റ് പറഞ്ഞ് പണിക്കരായിട്ടാണ് ഇങ്ങനെ അഭിനയിക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭാസ്കർ മാഷോട് എന്ന് പറയാനായിട്ട് മുരളി മോഹൻ തന്നെ ഞമ്മളതിനെന്താ ഞാൻ ചെന്ന് പറഞ്ഞപ്പോ ഭാസ്കർ മാഷ പണിക്കരോ ഒരു ചിരിയാണ് പുള്ളി. അല്ല മുടിയൊക്കെ നമ്മൾ അതൊക്കെ പറഞ്ഞു, പുള്ളിക്ക് അത് വേണം നിർബന്ധമാണ്. അങ്ങനെ പുള്ളി മുട്ടയടിച്ച് കഴിഞ്ഞപ്പോ രസം വെച്ചാൽ ഈ അലുമിനിയം പാത്രം വെള്ളത്തോടി വീണ് തിളങ്ങിയ മതിയമായിരുന്നു തലയിരിക്കും. മുട്ടയടിച്ച് വന്നപ്പോഴേ എല്ലാവരും കൂടി ചിരിച്ചു പുള്ളിയെ കണ്ടു. അവിടെ പുള്ളി എല്ലാവരും ഭയങ്കര കമ്പനിയാണ്, അങ്ങനെ ഒരുപാട് ബസ്സിന്റെ ഓണറാണ്, ഈസ് എ ബിഗ് മാൻ. അപ്പൊ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ക്ലോസ് എടുത്തപ്പോ പുള്ളി ഈ അത്ഭുതത്തോട് തുടങ്ങുന്ന വരാം പുള്ളി ഇങ്ങനെയാണ് ഈ കക്കാൻകാരനായി കുറെ ടേക്കായി 10, 11, 13 ടേക്കായി. അവസാനം എടുത്തു ഒരു വിധം. അപ്പൊ ഞാൻ എന്ത് പറ്റി പണിക്കരായിട്ടാന്ന് ചോദിക്കാൻ വേണ്ടി സിനിമ കാണാം. അപ്പൊ ഭാസ്കർ മാഷും ക്യാമറമാനെ കൂടി അങ്ങോട്ട് ക്യാമറ ഒരു പാൻറ്റൊക്കെ മടക്കി വെച്ച് ഒരു സീൻ ഇങ്ങനെ പാൻ ചെയ്തോണ്ടിരിക്കുക.
എന്ത് പറ്റിയെന്ന് തിരിയല്ല, ഈ കമണ്ടലുണ്ട്, കമണ്ടലു, അതായത് എനിക്കൊക്കെ ഇങ്ങനെ നീളത്തിലുള്ളതാണ്, പുള്ളിക്ക് പാള പോലത്തെ മരത്തിന്റെ, അതിനകത്താണ് മഹർഷിമാരെ കൊണ്ടു നടക്കാൻ പറ്റും. പുള്ളിയുടെ കമണ്ടലുവിനകത്ത് ഞാൻ നോക്കിയപ്പോ പുള്ളി ഇങ്ങനെ എന്തോ സാധനം എടുത്ത് കുടിച്ചിട്ട് ഇങ്ങനെ കുടിച്ചതായി ഗംഗാജലം ഇങ്ങനെ കുടിക്കും. നോക്കിയപ്പോ ഒരു ഹാഫ് ബോട്ടിലും ഒരു സിഗരറ്റിന്റെ പാക്കറ്റും ഒരു തീപ്പെട്ടിയാണ് ഈ കമണ്ടലിൽ വെച്ചത്. ഇത് ഞാനിങ്ങനെ അയ്യോ ഇതെന്താ ഭാസ്കർ മാഷ് അറിഞ്ഞ മോശമല്ല എന്ന് പറയല്ല, എല്ലാവരും അറിഞ്ഞ സംഭവം. അപ്പൊ പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു സത്യം, അതാണ് ഓർക്കേണ്ടത്. ശരി, കമണ്ടലു ഞാനിത് ഒരിക്കലും കണ്ട് പറഞ്ഞിട്ടുണ്ടോ, ഒരു MG ശിവകുമാറിന്റെ വീട്ടിൽ കണ്ട അതിനും പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള, ഇതൊന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അങ്ങനത്തെ ഒരു പടത്തിന് ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ അന്നത്തെ പൈന്റും സാധനത്തിന്റെ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ആ വിഷ്വൽ. നോവൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വായിക്കും. അതായത് ഒരു പൊളിഞ്ഞ ലൈബ്രറിയിലത്തെ പുസ്തകം മുഴുവൻ 1000-ഓളം ബുക്സ് വായിച്ചു തീർക്കാൻ പറ്റും നേരത്തെ. ഞാൻ ഗൾഫിലെ കൂടെ ഇവിടുന്ന് പോകുമ്പോൾ ആൾക്കാർ ചക്ക മാങ്ങ തേങ്ങ കൊണ്ടും ഞാനൊരു 10-20 ബുക്സ് ആയിരിക്കും. അവിടെ പിന്നെ ബഷീർ, നമ്മുടെ കുറെ ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ അവരും കൊണ്ടുവരും. ഇത് വായിക്കും. വായന നമ്മുടെ ശരിയാണ്. പിന്നെ എനിക്ക് ഹോബി എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ഞാൻ കഴിഞ്ഞ കളികൾ പോലും എന്റെ വൈഫ് എപ്പോഴും പറയും ഇത് ആദ്യമായിട്ട് ഒരാളൊക്കെയാണ് കഴിഞ്ഞ കളിയാണ് ഓടിക്കണം. അപ്പൊ എനിക്ക് വയലാറിന്റെ ഭാര്യ എഴുതി, പുള്ളി ഒരു 5 കൊല്ലം മുമ്പ് നടന്ന കളിയൊക്കെ കണ്ടുകൊണ്ട് രാത്രി ഉറപ്പോട് ചെന്ന് കാണാറുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ലേ, ഞാൻ മാത്രമല്ല മനസ്സിലായില്ലേ. ക്രിക്കറ്റ് എൻ്റെ ഒരു പാഷനാണ് ശരിക്കും പറയാറ്. പിന്നെ അതിനകത്തും ഒരു സച്ചിൻ മാറിക്കഴിഞ്ഞപ്പോ ക്രിക്കറ്റിനോട് കൊറോണ ഉണ്ടല്ല, സച്ചിൻ മാറിയപ്പോ അതിനോടുള്ള ആ ഒരു അത്യാവശ്യം മാറി. പിന്നെ ധോണിയായിരുന്നു. അപ്പൊ ധോണി മാറി കഴിഞ്ഞപ്പോ വീണ്ടും അത് മാറി. പിന്നെ ശരിക്കും പറഞ്ഞാല് സംഗീതമാണ് എന്റെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ഡയറക്ടേഴ്സ് പറയും മുരളീധരനില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ 10 ദിവസം പോലെയാണ്. കാരണം സെറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 10-20 പാട്ടെങ്കിലും ആരെങ്കിലും പറഞ്ഞു. അപ്പൊ എനിക്കറിയാം, എനിക്ക് പഴയ മെലഡീസ് മിക്കവാറും ഒരു 10-200 പക്ക ട്യൂണും ഇതറിയാം. ഇവിടെ ചിലപ്പോൾ ഫംഗ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ പാക്കേജാണ്. പിന്നെ ഞങ്ങളുടെ ചങ്ങനാശ്ശേരി, തിരുവല്ല, തിരുവനന്തപുരം, ചെങ്ങന്നൂര് എല്ലായിടത്തും ഒരു ഉദ്ഘാടനം ഒരു 3 പാട്ടും. ഞാൻ പിന്നെ തർക്കിക്കാലോ സാറ് ബഡ്ജറ്റ് പറഞ്ഞ 15,000 അല്ലെങ്കിൽ 20,000 കാരണാശിവർ കൊടുക്കും. റൊട്ടികൾ വെക്കണേ ഞാൻ 25,000 നിർബന്ധം. പാട്ട് ഐ എൻജോയ് സിംഗ്. പാട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എൻജോയ്മെന്റും എന്റെ ടൈം പാസും. ഇപ്പോഴും ഞാൻ പാട്ട് പുതിയ പാട്ട് വന്നില്ല, എന്തെങ്കിലും നേരത്തെ പാട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ പാട്ട് പാടുകയും അത് കേൾക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും. ക്ലാസിക്കൽ സോങ്സ് ഞാനിങ്ങനെ കേട്ട് ബൈ ഹാർട്ട് ചെയ്തു ഫുള്ള്. ക്ഷീരസാഗര എന്നുള്ള പാട്ട് പഠിക്കാൻ പ്രയാസമുള്ള അതായത് ജസ്റ്റ് വെറുതെ കേട്ട് ബൈ ഹാർട്ട് ചെയ്യുന്ന പാട്ട് പാട്ടാണ്, സംഗീതമാണ് എൻ്റെ ഒരു മെയിൻ സംഭവം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാത്തു ഞാൻ ഓർത്തുപോകും. ഒരു പിലി എങ്ങാനും കാണുമ്പോഴവിടുത്തേ, ഒരു പിലി എങ്ങാനും കാണുമ്പോഴവിടുത്തേ, തിരുമുടി കൺമുന്നിൽ മിന്നിമായും, തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. അകതാരിലാത്തുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം, അവതാര കൃഷ്ണനിൻ ദിവ്യനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന
ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം. നിങ്ങളെ അഭിമുഖീകരിക്കാനും നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഒരു കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം പറയാനും ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. നന്ദി, നമസ്കാരം.